വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. അദാനിയെ സംരക്ഷിക്കാൻ സെബി രഹസ്യമായി ഇടപെട്ടതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അദാനി മണി സൈഫോണിംഗ് അഴിമതിയിൽ ഉപയോഗിച്ച അവ്യക്തമായ ഓഫ്ഷോർ സ്ഥാപനങ്ങളിൽ സെബിയുടെ ചെയർപേഴ്സണ് ഓഹരിയുണ്ടെന്ന് വിസിൽ ബ്ലോവർ രേഖകൾ വെളിപ്പെടുത്തുന്നു. പ്രധാനമായും മൗറീഷ്യസിലടക്കമുള്ള ഈ ഷെൽ കമ്പനികളിൽ സെബിയുടെ ചെയർപേഴ്സണ് രഹസ്യ നിക്ഷേപമുണ്ട് എന്നുള്ള ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, ഇതിൽ ഏറ്റവും പ്രധാനം, നമുക്കറിയാം ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സെബി നടത്തിയ ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുവരെ അദാനി ഗ്രൂപ്പിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്ത് നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അദാനി ഗ്രൂപ്പിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടായില്ല. പകരം എപ്പോഴും സെബി അദാനി ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. അതിൻ്റെ രഹസ്യബന്ധങ്ങളാണ് ചുരുൾ നിവരുന്നത്. ഗൗതം അദാനി വിവാഹം കഴിച്ചിരിക്കുന്നത് സെബി ചെയർപേഴ്സന്റെ മകളെ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള രഹസ്യ ഇടപാടുകളാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സെബിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഈ ഹിൻഡൻബർഗ് കഴിഞ്ഞ തവണയുള്ള, അതായത് 2023 ജനുവരി 24 അദാനിക്കെതിരെ നടത്തിയിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് അനുസരിച്ച് വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ, ഓഹരി വിപണിയിൽ ഈ അദാനി ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള അഴിമതിയും പ്രത്യേകിച്ചും ഇത് പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി, ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട അത് പെരുപ്പിച്ചു കാണിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് ഹിൻഡൻബർഗ് വലിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് നമുക്കറിയാം. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയാണ് ഹിൻഡൻബർഗ് ഒരു 5:30 അടുപ്പിച്ച് എക്സിൽ ഇത്തരത്തിൽ ഞങ്ങൾ വീണ്ടും ഒരു വാർത്ത ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവിടും എന്നുള്ളൊരു മുന്നറിയിപ്പ് 5:30 തന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതാനും നിമിഷം ആയിട്ടേ ഉള്ളൂ ഇത്തരത്തിൽ ഈ ഹിൻഡൻബർഗിന്റെ പേജിൽ ഇത്തരത്തിലൊരു ഈ വെളിപ്പെടുത്തലുമായി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ട് അതിൽ കൃത്യമായി പറയുന്നത് ഈ സെബിയുടെ ചെയർപേഴ്സണ് വിദേശ സ്ഥാപനങ്ങളിൽ ബന്ധമുണ്ട് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ ഈ ചെയർപേഴ്സണ് നിക്ഷേപം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അദാനി മണി സൈഫോണിംഗ് അഴിമതിയിൽ ഉപയോഗിച്ച അവ്യക്തമായ ഓഫ്ഷോർ സ്ഥാപനങ്ങളിൽ സെബിയുടെ ചെയർപേഴ്സണ് ഓഹരി ഉണ്ടെന്ന വിസിൽ ബ്ലോവർ രേഖകൾ അടക്കം ആണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ ആരോപണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇത്. എന്തായാലും സെബിയുടെ കഴിഞ്ഞ 2023 പുറത്തുവിട്ട വെളിപ്പെടുത്തൽ അനുസരിച്ച് അദാനിക്കെതിരെ വലിയ ആരോപണം പുറത്തു വന്നിട്ടും സെബിയുടെ ഭാഗത്തു നിന്നും, അതായത് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് സെബിയോട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും സെബി എടുത്തിരിക്കുന്ന നിലപാടൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അദാനിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നിലപാട്, അദാനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സെബി എല്ലാ കാലത്തും സ്വീകരിച്ചു പോകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന കൂടിയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ചും നീലിമ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദാനിയുമായി വലിയ അടുപ്പം ഈ സെബിയുടെ ചെയർപേഴ്സൺ അടക്കം ഉള്ള ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരം ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ വലിയ ഓഹരി നിക്ഷേപം ഉണ്ട് എന്ന തരത്തിലുള്ള രേഖകൾ ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് കണക്ക് സംബന്ധിച്ചൊക്കെ ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഹിൻഡൻബർഗിന്റെ ഓരോ തവണത്തെ റിപ്പോർട്ടും അദാനി ഗ്രൂപ്പിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും അദാനിയും സെബിയും തമ്മിലുള്ള വലിയ ബന്ധത്തെ, ഓഹരി നിക്ഷേപ ഇടപാടുകളിൽ വലിയ ബന്ധം ഇവർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നീലിമ, ഇപ്പോൾ സെബിയെ ഉദ്ധരിച്ചുകൊണ്ട് PTI അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഇല്ല, പെട്ടെന്നൊരു പ്രതികരണം സെബി നടത്തുന്നില്ല എന്നുള്ള തരത്തിൽ വളരെ പെട്ടെന്ന് PTIയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇതിൽ വളരെ കൃത്യമായി ഈ മൗറീഷ്യസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഓഫ്ഷോർ കമ്പനികളിൽ ഈ സെബിയുടെ ചെയർപേഴ്സണ് വളരെ കൃത്യമായ നിക്ഷേപം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. വലിയൊരു കോളിളക്കം സൃഷ്ടിക്കാവുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാവുന്ന രീതിയിലുള്ള പുതിയ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത് പ്രസ്ഥാനത്തെ നയിക്കുന്നത് ഇത്തരത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളാണ് എന്നതാണ് ഇപ്പോൾ വെളിപ്പെടുന്ന വിവരം. അദാനി ഒരു കച്ചവടക്കാരനാണ്, പക്ഷേ സെബിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പെരുമാറാമോ? ഇത്തരത്തിൽ
ഷെൽ കമ്പനികളിൽ അനധികൃത നിക്ഷേപം, രഹസ്യ നിക്ഷേപമൊക്കെ സൂക്ഷിക്കാമോ എന്നുള്ള ചോദ്യമാണ് രാജ്യത്ത് ഉയരുന്നത്. തീർച്ചയായും നീലിമ സൂചിപ്പിച്ച പോലെ അത്തരത്തിൽ തന്നെ കാണേണ്ടി വരും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്, ഏകദേശം കുറെ നാളുകളായി തന്നെ സെബി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പുമായി കൃത്യമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ തന്നെയുമാണ് ഹിൻഡൻബർഗ് കോട്ട് ചെയ്തുകൊണ്ട് പുറത്തുവിട്ടിട്ടുള്ളത്. വലിയ തരത്തിലുള്ള തിരിച്ചടി അദാനി ഗ്രൂപ്പിനടക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സെബി ഈ ഒരു വിഷയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വലിയ ആക്ഷേപങ്ങൾക്കും കാരണമാകുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഹിൻഡൻബർഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലും അദാനി ഗ്രൂപ്പിനെ വലിയ തരത്തിൽ ഓഹരി വിപണിയിൽ ഒന്നാമത് നിന്നിരുന്ന അദാനി ഗ്രൂപ്പ് കുത്തനെ താഴെ പോയതും $150 കോടി ഡോളറിലടക്കമുള്ള നഷ്ടം ഓഹരി വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് തന്നെ സെബിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയപ്പോൾ സെബി ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി നിന്നതും ഇതുകൊണ്ട് തന്നെ ആകാം എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നീലിമ. സ്വാതി, ഇതോടൊപ്പം ഹിൻഡൻബർഗ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു നടപടിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രൂക്ഷമായ വിമർശനം സെബിക്കെതിരെ ഉയർന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഒരു കൂസലില്ലാത്ത നടപടിയാണ് സെബി കൈക്കൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ ജൂണിൽ ഈ സെബി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ ഒരു നോട്ടീസ് അയക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് ക്രമക്കേട് നടത്തിയ ആളെ സംരക്ഷിക്കുകയും ഈ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്ന ഈ ഗവേഷണ സ്ഥാപനത്തെ ലാക്കാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ സെബി നടത്തുകയും ചെയ്യുന്നു. ഇത് സുപ്രീം കോടതിയിലടക്കം വെളിപ്പെട്ടതാണ്. സുപ്രീം കോടതി അടക്കം ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചതാണ്. പക്ഷേ ഇതിപ്പോഴും നിർബാധം തുടരുന്നു. ഇത്തരത്തിൽ ഇവരെ സംരക്ഷിക്കുന്നതിൻ്റെ, സെബി അദാനി ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്നതിൻ്റെ കാരണം ഒരേ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ തലപ്പത്തിരിക്കുന്നത്. തീർച്ചയായും നീലിമ അത്തരത്തിൽ തന്നെ കാണണം. കാരണം നീലിമ പറഞ്ഞതുപോലെ തന്നെ ഈ സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടായതിനു പിന്നാലെ, അതായത് ഈ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വലിയ വെളിപ്പെടുത്തലുകൾ ഹിൻഡൻബർഗ് നടത്തിയതിനു പിന്നാലെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. സുപ്രീം കോടതി സെബിയോട് കൃത്യമായി ഈ വിഷയത്തിൽ നിലപാട് തേടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് കാരണം കാണിക്കൽ നോട്ടീസിൽ കൊടുത്തത് ഹിൻഡൻബർഗ് റിസർച്ചിനാണ്. അതായത് വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥാപനത്തിന് നേരെയാണ് ഇത്തരത്തിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുക മാത്രമാണ് സെബി ചെയ്തത്. അന്നു തന്നെ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെയും കാരണമായിരുന്നു. പാർലമെന്റിലടക്കം ഈ വിഷയം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം അദാനിയും സെബിയുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണ് ഈ ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിലെന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് അന്ന് ഉയർന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെയും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്തരത്തിൽ ഈ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ രഹസ്യ വിദേശ സ്ഥാപനങ്ങളിൽ ഈ ചെയർപേഴ്സൺ അടക്കം നിക്ഷേപമുണ്ട് എന്ന് പറയുമ്പോൾ അത് അത്രയും ഗുരുതരമായ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ എത്രത്തോളം അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ എന്ന് പറയേണ്ടി വരും. നീലിമ.